ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ മിസൈൽ സിസ്റ്റം അത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഭാർഗവാസ്ത്ര ഒരു ആന്റി ഡ്രോൺ മിസൈലാണ്. ഒരു സ്വകാര്യ കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ നമ്മൾ നേരത്തെയൊക്കെ കേട്ടതാണ്. പക്ഷേ ഇത്തവണ ഇതിന് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് കുറേയധികം പുതുമകളുണ്ട്, കുറേയധികം പ്രത്യേകതകളുമുണ്ട്. ഇത് എന്നാണ് പുറത്തിറങ്ങുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇതിന്റെ ട്രയൽ ഓൾറെഡി തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഗൗതം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് ലോകത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ മൈക്രോ മിസൈലാണ്. ഇത് മുഖ്യമായിട്ടും പ്രയോജനം ചെയ്യുന്നത് ഡ്രോൺ സ്വാമുകളെ നേരിടുമ്പോഴാണ്. നമുക്കറിയാം, ഡ്രോൺ സ്വാം എന്നത് 20-ഓ 30-ഓ അല്ലെങ്കിൽ ചിലപ്പോൾ 50-ഓ ഒക്കെ ഡ്രോണുകൾ, പലപ്പോഴും റഡാറിൽ പെടാത്ത അത്ര ചെറിയ ഡ്രോണുകൾ, അത് കൂട്ടമായിട്ട് വന്ന് ലക്ഷ്യസ്ഥാനത്തെ ആക്രമിക്കുന്ന അത്തരം ഡ്രോൺ കൂട്ടങ്ങളെയാണ് സ്വാമിങ് എന്ന് പറയുന്നത്. സ്വാം എന്ന് പറഞ്ഞാൽ ഈ തേനീച്ചക്കൂട്ടം പോലെ. അങ്ങനെയുള്ള ഡ്രോണുകളെ സാധാരണ ഇട്ടാലും ഒക്കെ നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗം ഈ ലേസർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വാർഫെയർ ആണ്. അതായത് ഈ ഡ്രോണുകളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ തകരാറിലാക്കും. അങ്ങനെ തകരാറിലാക്കുമ്പോഴേക്കും ഈ ഡ്രോൺ ലക്ഷ്യസ്ഥാനം ഏതെന്ന് അറിയാൻ വയ്യാതെ അത് ആകാശത്തിൽ തന്നെ താഴോട്ട് വീഴും. ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് അതിനെ ആക്രമിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ അതിനെ മറികടക്കാൻ ചില സംവിധാനങ്ങൾ ഇപ്പോൾ ഈ സ്വാം ഡ്രോൺ ഉണ്ടാക്കുന്ന ആൾക്കാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞ സ്വാം ഡ്രോണുകളെല്ലാം തന്നെ സാറ്റലൈറ്റ് ഗൈഡൻസ് സിസ്റ്റം വഴിയാണ് പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ അതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ തകരാറിലാക്കിക്കൊണ്ടാണ് ഇലക്ട്രോണിക് വാർഫെയറിലൂടെ നമ്മൾ അതിനെ തകർത്ത് കളയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റൊരു സംവിധാനമുണ്ട്. അത് ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയും. ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്നാൽ അത് വരുന്ന വഴിയിലുള്ള അടയാളങ്ങളും അത് സ്വയം കണ്ടുപിടിക്കും. നിരന്തരമായ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും അത് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന റൂട്ടിലൂടെ തന്നെ കൃത്യമായിട്ട് അത് മുന്നോട്ട് പോകും. കാരണം അതിന് ലാൻഡ്മാർക്കുകളെ സ്വയം തിരിച്ചറിയുകയും അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ സമയവുമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ ഓൺബോർഡ് ആയിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ചെറിയൊരു കമ്പ്യൂട്ടർ. ആ മൈക്രോ കമ്പ്യൂട്ടറുകൾ അത് ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ്, അതിനാണ് ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് നാവിഗേഷനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ അതിന് ആവശ്യമില്ല. റഡാറുകളുടെ പോലും ആവശ്യമില്ല. അത് സ്വയം അതിന്റെ റൂട്ട് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം വരിക. അവിടെ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ. അത് കൈനറ്റിക് കില്ലെന്ന് പറയുന്ന, നേരിട്ട് ഇതിനെ ആക്രമിച്ച് നശിപ്പിക്കണം. അങ്ങനെ കൈനറ്റിക് കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ഇത് പൂനെ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനി, അവര് നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഈ ഡിഫൻസ് പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തമായ കമ്പനികളിൽ ഒന്നാണ് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അവരുടെ ഒരു സബ്സിഡിയറിയായ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്, അവരാണ് ഈ ഭാർഗവാസ്ത്ര എന്ന ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സൈന്യത്തിന്റെ ഒന്നും പ്രത്യേക ഓർഡറോ നിർദ്ദേശപ്രകാരമോ നിർമ്മിച്ച കമ്പനിയുടെ തിങ്ക് ടാങ്കിന് ശാസ്ത്രജ്ഞന്മാർക്ക് തോന്നിയിട്ട് അവർ തന്നെ നിർമ്മിക്കുകയാണ്. അതായത് അവർ സ്വന്തം ഇനീഷ്യേറ്റീവിൽ അവർ തന്നെ ആരുടെയും സഹായമില്ലാതെ, ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയോ സഹായമില്ലാതെ കൃത്യമായിട്ട് അവർ തന്നെ നിർമ്മിച്ച അവർ തന്നെ രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ആദ്യം തന്നെ അവരുടെ പരീക്ഷണങ്ങൾ, അതായത് ട്രയലുകൾ, ഓപ്പറേഷണൽ ട്രയൽസ് എല്ലാം അതീവ വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇന്ത്യൻ സൈന്യം 2 യൂസർ ട്രയൽ നടത്തി, അതിലും വലിയ വിജയമായിരുന്നു. അതായത് ഇത്തരം ഒരു മിസൈൽ സംവിധാനം, ആന്റി ഡ്രോൺ സംവിധാനം ഇന്ന് ലോകത്തിൽ ഒരിടത്തുമില്ല. അതൊരു വലിയ മുന്നേറ്റമാണ്. ഇത് വരും ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ മേഖലയിൽ ഒരു മേൽക്കൈ നൽകിയിരിക്കുകയാണ്. കാരണം സ്വാം ഡ്രോൺ അറ്റാക്കുകളെ നേരിടാനായിട്ട്
ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും കഴിവില്ല. ഇത് ഇന്ത്യക്ക് ഈ കഴിവ് നേടിയെടുത്തിരിക്കുന്നു. ഇത് 68 ഈ ആന്റി മിസ് ഡ്രോൺ സാൽവോ ആണ് ഈ സംവിധാനത്തിന് ഒരു സമയം ചെയ്യാൻ പറ്റുന്നത്. അതായത് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് 68 മൈക്രോ മിസൈലുകൾ ലോഞ്ച് ചെയ്യും. ഇന്നിപ്പോ ഈ ഡ്രോൺ യുദ്ധം വന്നപ്പോ ലോകം കാണുന്ന ഒരു പ്രത്യേകത, ഈ ഡ്രോൺ യുദ്ധത്തില് ശരിക്കും ഡ്രോണുകൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു ആക്രമണ സംവിധാനമാണ്. ഒരു ഡ്രോണിന് ചിലപ്പോൾ 40,000 രൂപയെ വില വരും. പക്ഷെ അതിനെ പ്രതിരോധിക്കുന്ന ആ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ചിലപ്പോൾ 40 ലക്ഷം രൂപയായിരിക്കും വില. ഈ 40,000 രൂപ വില വരുന്ന ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ 40 ലക്ഷം രൂപയുടെ ഒരു മിസൈൽ ഉപയോഗിക്കുമ്പോൾ എലിയെ തോപ്പിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയില്ല. ഇത് അങ്ങനെ ഒരു യുദ്ധം അമേരിക്കയ്ക്ക്, ഇപ്പൊ ഇറാന് നേരെ അമേരിക്കയ്ക്ക് അത് കാരണം യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഒരു യുദ്ധത്തില് ഒരു ഒരു ഇൻഇക്വലിബ്രിയം ഉണ്ട്, ഒരു അസിമെട്രി ഉണ്ട്. ആ അസിമെട്രി ഇല്ലാതാക്കുകയാണ് ഈ ഭാർഗവാസ്ത്ര. അതായത് ഭാർഗവാസ്ത്രയിൽ 2 തരത്തിലുള്ള ആന്റി ഡ്രോൺ മിസൈൽ ഉണ്ട്. ഒന്നാമത്തേത് സെൻസർ ഇല്ലാത്ത, അതായത് ഒരു സ്വാം വരുമ്പോ അതുപോലെ ഒരു 20 ഡ്രോണുകളുടെ ഒരു കൂട്ടമാണ് വരുന്നതെന്നിരിക്കട്ടെ. ആ കൂട്ടത്തിനെ നേരിടാൻ 40 മിസൈലുകൾ, അൺഗൈഡഡ് ആയിട്ടുള്ള ഗൈഡൻസ് സെൻസറുകളൊന്നും ഇല്ലാത്ത 40 മിസൈൽ വിട്ടാൽ മതി. ഈ ആന്റി ഡ്രോൺ മിസൈലുകൾ ആകാശത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കും. അതായത് ഒരു ക്ലൗഡ് പോലെ ആകും. ആ ക്ലൗഡ് പോലെ സൃഷ്ടിച്ചിട്ട് ഈ 40,000 രൂപ വില വരുന്ന ഡ്രോണുകൾക്ക് 40,000 രൂപയോ അതിൽ താഴെയോ വില വരുന്ന മിസൈലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ വാർ ഇക്കണോമി നമുക്ക് അനുകൂലമാകുക. നമ്മളെ എതിരാളി ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ കൊണ്ട് നമ്മളെ ചെലവേറിയ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് വേണ്ട. എതിരാളി ചെലവ് കുറഞ്ഞ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനം കൊണ്ട് അതിനെ ഇല്ലാതാക്കും, കൈനറ്റിക് കില്ല് നടത്തും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ലോകത്തിൽ വാർ ഇക്കണോമീസിന്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം വരുന്നത്. അതായത് ഡിഫെൻഡ് ചെയ്യുന്ന ആളിന് അനുകൂലമായ ഒരു വാർ ഇക്കോണമി സൃഷ്ടിക്കപ്പെടുക. ഇത് യുദ്ധത്തിന്റെ വാർ ഡോക്ട്രൈൻസിലൊക്കെ തന്നെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കും. അതാണ് അതിന്റെ ഒരു ഘടകം. ഈ രണ്ടാമത്തെ ഒരു ഘടകം, ഹൈ വാല്യൂ അസറ്റുകൾ വരികയാണെങ്കിൽ, ഇപ്പം ഈ സ്വാം ഡ്രോൺ അല്ലാത്ത മറ്റൊരു തരം ഒരു കാമിക്കാസെ ഡ്രോണോ അതല്ലെങ്കിൽ അതുപോലെ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ഡ്രോണൊക്കെ വന്ന് താഴ്ന്ന് പറക്കുകയാണെങ്കിൽ, അപ്പോ ഇതിൽ മറ്റൊരു സംവിധാനമുണ്ട്. സെൻസറുകളും ഒക്കെയുള്ള ആധുനിക ഇന്റർസെപ്റ്റർ മിസൈലും ഇതിലുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് മറ്റതിനെ തകർക്കാം. ഇനി അതുമാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ലേസറുകളും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് വെപ്പൺസ്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഡയറക്റ്റഡ് എനർജി ഉപയോഗിക്കുന്ന വെപ്പൺസ്, അതൊക്കെ തന്നെ ഭാർഗവാസ്ത്രമായിട്ട് സംയോജിപ്പിക്കുക. ഇതൊരു മൂവബിൾ ആണ്. ഒരു ട്രക്കില് 7.5 ടൺ വരുന്ന ഭാരം വഹിക്കാൻ കഴിയുന്ന ഒരു ഫോർ വീൽ ഡ്രൈവ് ഉള്ള ഒരു ട്രക്കിലാണ് ഇത് ഘടിപ്പിക്കുന്നത്. അതായത് ഇത് ഏത് സ്ഥലത്തോട്ടും വളരെ വേഗത്തിൽ നീൾക്കാവുന്ന മൊബിലിറ്റി ഉള്ള ഒരു സംവിധാനമാണ്. എന്തുകൊണ്ടും ഇതിന് യാതൊരു തരത്തിലുള്ള കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയാലും അതില്ല. എന്തുകൊണ്ടും നമുക്ക് യുദ്ധരംഗത്ത് നമുക്ക് മേൽക്കൈ തരുന്ന ഈ സംവിധാനം ഒന്നും ആലോചിച്ചില്ല, ആർമി അപ്പം തന്നെ ഇതിന് ഓർഡർ കൊടുക്കുക. അതായത് ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതായത് അവരാവശ്യപ്പെടാതെ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ RFP ഇല്ലാതെ തന്നെ ഒരു കമ്പനി സ്വന്തമായിട്ട് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാൻ സ്വയം എടുത്ത ഒരു ഇനീഷ്യേറ്റീവ്, അത് ഞെട്ടലോടെയാണ് സർക്കാർ കാണുന്നത്. അതായത് ഇങ്ങനെയൊക്കെ ഒരു സ്വകാര്യ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. DRDO പോലുള്ള കമ്പനികൾ ഒരു ഓർഡർ കിട്ടി പിന്നെ വർഷങ്ങളെടുത്ത് ഒക്കെ വരുമ്പം ആ ആയുധം പഴഞ്ചനായിട്ട് വേറൊരു ആയുധം വന്നു കഴിഞ്ഞിരിക്കും. അന്നേരമായിരിക്കും അത് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അപ്പോൾ തന്നെ, അതായത് ലോകത്തിൽ എവിടെങ്കിലും ഒരു പുതിയ ആയുധം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖല അപ്പോൾ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം സ്വന്തം ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്നു. അങ്ങനെയാണ് വേണ്ടത്. ഇതാണ് ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സ്വകാര്യ മേഖല, പ്രതിരോധ രംഗത്തെ സ്വകാര്യ മേഖല
അവരൊരു വളർച്ചയുടെ ഒരു മെച്ചുറായ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ധൈര്യമായിട്ട് നമുക്ക് പറയാം, ഇനി നമുക്ക് ഡ്രോൺ സ്വാമുകളെ പേടിക്കണ്ട. ഇപ്പം ഈ ഒരൊറ്റ പിന്നെ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ഈ 68 മിസൈൽ വരും. ഇങ്ങനെ ഒരു 5 സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരേ സമയം ഒരു 400 ഡ്രോണുകൾ ആന്റി ഡ്രോൺ മിസൈലുകൾ, മൈക്രോ മിസൈലുകൾ നമുക്ക് ഒരേ സമയം വിക്ഷേപിക്കാം. അത് പരമാവധി ഇപ്പം വരുന്ന ഡ്രോൺ കൂട്ടങ്ങൾ ചൈനയുടെയൊക്കെയാണ് ഏറ്റവും വലിയ ഡ്രോൺ കൂട്ടം സ്വാം. ആ സ്വാമിന് തന്നെ 80 ഡ്രോണിന് അപ്പുറത്തോട്ട് വരുന്ന ഒരു സ്വാം ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു 80 ഡ്രോണുകളുടെ ഒരു സ്വാമിനെ തന്നെ നമുക്ക് ഇതേപോലെ 2 മെഷീൻ അവിടെ വെച്ചാൽ മതി, പ്രശ്നം തീർന്നു. 120 മിസൈൽ, ഈ 2 ആന്റി ഡ്രോൺ മൈക്രോ മിസൈല്, അതും ഗൈഡഡ് മിസൈലുകൾ ഇതിൽ നിന്ന് ഒരേ സമയം വിക്ഷേപിക്കാൻ പറ്റും. നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, അർജുനനൊക്കെ ഈ അമ്പുകൾ കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കുമെന്ന്. ആ കൂടാരത്തിനുള്ളിൽ ബാക്കിയുള്ളവർക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാം. ഇത് അമ്പുകളല്ല, മിസൈലുകൾ കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കി. ആ കൂടാരം ഇവിടേക്ക് വരുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കുന്ന അപൂർവമായ ഒരു മിസൈൽ സംവിധാനം ഇന്ന് ഇന്ത്യയുടെ കൈവശം എത്തിച്ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പൊതുയിടത്തിൽ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞാൻ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.